കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ ആളുകളാണ് അവർ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നുവെന്ന വിമർശനം ഉയർന്ന വിഷയത്തിൽ ഇത്രയും ശക്തമായ ജനപ്രതിരോധം ഉയർന്ന് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ് ഇവരുടെ വാദം. ഇത്രയും വർഷമായി പല വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും വിമർശനങ്ങളും നേരിട്ടിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ ആരാലും കഴിഞ്ഞില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഭരണകക്ഷിയെന്ന് വിമർശകർ ആരോപിക്കുന്നു. എന്നാൽ ഇന്ന് അതേ പാർട്ടിയിലെ ഒരു മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും യുവാക്കളും പറഞ്ഞത് വെറും മുദ്രാവാക്യങ്ങളല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്നാണ് അവരുടെ നിലപാട്. ഞങ്ങളെ ആരും ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞവരാണ് ഒടുവിൽ പ്രതിഷേധത്തിൻ്റെ സമ്മർദ്ദത്തിൽ പിന്മാറേണ്ടി വന്നതെന്നും അവർ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധത്തെ തീവ്രവാദികളുടെ സമരമെന്നും ജിഹാദികളുടെ നീക്കമെന്നും രാജ്യദ്രോഹികളുടെ അജണ്ടയെന്നുമൊക്കെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് വിമർശനം. എന്നാൽ അന്വേഷണങ്ങളിലും പൊതുചർച്ചകളിലും അത്തരം ആരോപണങ്ങൾക്ക് തെളിവൊന്നും ലഭിച്ചില്ലെന്നും ഒടുവിൽ ചർച്ചയായത് മന്ത്രിയുടെ പ്രവർത്തന രീതിയും അതിനെ പിന്തുണച്ച സർക്കാരിൻ്റെ നിലപാടുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇനി ഒരു ചോദ്യം ഉയരുന്നത് മന്ത്രി രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചോ എന്നതാണ്. പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ അഭിപ്രായത്തിൽ അല്ല, ഒരു രാജി മാത്രം കൊണ്ട് വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുവരെ നടന്നുവെന്ന് ആരോപിക്കുന്ന തെറ്റുകൾക്കും ഉത്തരവാദിത്തം ആവശ്യപ്പെടണമെന്നും സമരം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കണമെന്നും അവർ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും പൊതുസമ്മേളനങ്ങളിലൂടെയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഭരണപക്ഷ അനുകൂലികൾക്ക് ഈ രാജി ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കുമെന്നാണ് വിമർശനം. ഇത്രയും നാളായി കെട്ടിപ്പടുത്തിയ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാണ് ഇതെന്ന് അവർ വിലയിരുത്തുന്നു. ഈ പ്രതിഷേധം സർക്കാർ പ്രതീക്ഷിച്ചതിലും വലിയ ജനപിന്തുണ നേടിയെന്നും പ്രതിഷേധക്കാർ അവകാശപ്പെടുന്നു. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിവിധ പ്രതിപക്ഷ കക്ഷികളും സാമൂഹിക സംഘടനകളും പൊതുജനങ്ങളും ഈ വിഷയത്തിൽ ഒന്നിച്ചു വന്നതോടെ പ്രതിഷേധം രാജ്യവ്യാപകമായി വ്യാപിച്ചതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വിഷയം ശ്രദ്ധിക്കപ്പെട്ടതോടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടി നേരിടുന്നുവെന്ന് വിമർശകർ പറയുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമായാൽ സാഹചര്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന വിലയിരുത്തലും സർക്കാരിനുണ്ടായിരിക്കാമെന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാജിയിലൂടെ താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചതെന്നാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് അവസാനമല്ലെന്നും ഭാവിയിലും ജനവിരുദ്ധമെന്ന് കരുതുന്ന തീരുമാനങ്ങൾക്കെതിരെ ജനങ്ങൾ ഇതുപോലെ തെരുവിലിറങ്ങുമെന്നും അവർ പറയുന്നു. ഇനി മന്ത്രിസഭ പുനഃസംഘടന നടക്കുമ്പോൾ രാജിവെച്ച മന്ത്രിക്ക് മറ്റൊരു ചുമതല നൽകാൻ സാധ്യതയുണ്ടെന്നും ചിലർ വിലയിരുത്തുന്നു. വർഷങ്ങളായി പാർട്ടിയുടെ പ്രധാന നേതാവായ ഒരാളെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യത കുറവാണെന്നാണ് അവരുടെ അഭിപ്രായം. അതേസമയം പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ആരെത്തുമെന്നതിനെക്കുറിച്ചും വിവിധ അഭ്യൂഹങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ അതിനെക്കുറിച്ച് വ്യക്തതയില്ലെന്നും അത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണെന്നും പറയുന്നു. ഈ പ്രതിഷേധം ഒരു രാജിയോടെ അവസാനിക്കുന്നില്ലെന്നാണ് സമരത്തിൽ പങ്കെടുത്തവരുടെ നിലപാട്. ജനങ്ങളുടെ ശബ്ദം അവഗണിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും ജനാധിപത്യപരമായ രീതിയിൽ ഉത്തരവാദിത്തം ചോദിച്ചുകൊണ്ടായിരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. അവസാനമായി പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, തെരുവിൽ നിന്നവർക്കും, പരിക്കേറ്റവർക്കും, സമരത്തിന് പിന്തുണ നൽകിയവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്.